പ്രാചീന ഋഷിമാർ വിവാഹം കഴിക്കുകയും കുടുംബജീവിതം നടത്തുകയും അതിനിടയ്ക്ക് ബ്രഹ്മചര്യാശ്രമത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്ക് കടക്കുകയും ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്ക് കടക്കുകയും വാനപ്രസ്ഥത്തിൽ നിന്ന് സന്യാസത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്ന പദ്ധതികൾ നിലനിന്നിരിക്കെ ഏതാണ്ട് ബുദ്ധമതത്തിൻ്റെ രൂപാന്തരത്തോടു കൂടിയാണ് ബ്രഹ്മചര്യത്തിൽ നിന്നും ഗാർഹസ്ഥ്യത്തിൽ നിന്നും വാനപ്രസ്ഥത്തിൽ നിന്നും ഒക്കെ നേരിട്ട് സന്യാസത്തിലേക്ക് വരുന്ന ഒരു സന്യാസ സമ്പ്രദായത്തിൻ്റെ ആവിർഭാവമുണ്ടായതെന്ന് ഊഹിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. തുടർന്ന് ശങ്കരാദ്യന്മാർ ആ പദ്ധതിയെ കൊണ്ടുപോകണം. ഇത് ജന്മജന്മാന്തരങ്ങളുടെ ഒരു കണക്കിലാണ് ഇതിങ്ങനെ കൊണ്ടുപോകാനിടയായത്. അതിനെ അവലംബിച്ച് ബുദ്ധമതത്തിൻ്റെ ലോകമെമ്പാടുമുള്ള വളർച്ചയുടെ ഭാഗമായാണ് ബ്രഹ്മചര്യ സന്യാസത്തിന് കത്തോലിക്കരുടെ ഇടയിൽ പോലും സ്വാധീനം വരുന്നതും ബുദ്ധമതവുമായുള്ള ആ സ്വാധീനമൊക്കെ ചിന്തനീയവുമാണ്. തർക്കവിഷയമായിരിക്കാം, എങ്കിലും ചിന്തനീയമാണ്. തർക്കവിഷയമല്ല എന്ന് പറയുന്നില്ല. ബുദ്ധമതം ലോകമെങ്ങും വ്യാപിച്ച ഒരു സമയത്ത് അതിൻ്റെ ഒരു ആവിർഭാവം ഇതിലെല്ലാം ഘടകമാണ്. ബുദ്ധനെയും ബുദ്ധമതത്തെയും ബുദ്ധ സിദ്ധാന്തങ്ങളെയും കരുണയില്ലാത്തതാണെന്ന് ആരും പറയുമെന്ന് തോന്നുന്നില്ല. ബുദ്ധമതത്തിൻ്റെ ആ വളർച്ച ശാസ്ത്രത്തിൻ്റെയും കൂടെ വളർച്ചയായിരുന്നു. ശാസ്ത്രം വളരുന്നത് ആ ഒരു ഏകാഗ്രതയിൽ നിന്നും ഏകതാനതയിൽ നിന്നും ആ ധ്യാനാത്മകതയിൽ നിന്നുമാണ്. അതുകൊണ്ട് ബുദ്ധമതത്തിന് തന്നെ ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മഹായാനത്തിൻ്റെയും ഹീനയാനത്തിൻ്റെയും സെൻ ബുദ്ധിസത്തിൻ്റെയും ഒക്കെ ഒരുപാട് വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇവയൊക്കെ അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊള്ളുമാറ് പഠിപ്പിക്കുകയും അവ പ്രാചീനതയിൽ എങ്ങനെയാണ് നിലനിന്നിരുന്നതെന്നൊരു അവബോധം ഉണ്ടാക്കി കൊടുക്കുകയും ആ അവബോധം ഇന്ന് നിലനിർത്താൻ പറ്റുമോ പറ്റില്ലയോ എന്ന് ചിന്തിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇട നൽകുകയും. മനസ്സിലായി സ്വാമിജി. വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കള്ളനാണയങ്ങളുടെ ആവിർഭാവം തടയാൻ കഴിയും. പകരം ഇത് പഠിപ്പിക്കരുതാത്തൊരു മേഖലയാണെന്ന് വയ്ക്കുമ്പോൾ ഈ വിജ്ഞാനം നിഗൂഢമായി മാറും. നിഗൂഢ വിജ്ഞാനത്തിൽ കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നറിയാനുള്ള ഉത്കണ്ഠയും ഉത്സാഹവും ഏതൊരു പ്രായത്തിലും മനുഷ്യനുണ്ടാവും. അവയിൽ ചെന്ന് പരാജയപ്പെട്ട് കുറേ പേർ തിരിച്ചു വന്നെന്ന് വരാം. പരാജയം സമ്മതിക്കാതെ കുറേ പേർ മുന്നോട്ട് നീങ്ങിയെന്ന് വരാം. കുറേ നാൾ പണിയെടുത്തത് പരാജയപ്പെട്ടാലും താനൊരു വിജയമാണെന്ന് കാണിക്കാൻ കള്ളനാണയമായി രംഗത്ത് വരാം. അതൊരു ജീവിതമാർഗമായി സ്വീകരിച്ചു എന്നും വരാം. ഇത്രയും സാധ്യത വ്യവസ്ഥാപിത തലങ്ങളിൽ തന്നെയുണ്ട്. ആ വ്യവസ്ഥാപിത സന്യാസത്തെ ഇതര സമുദായങ്ങൾക്ക് കൂടി വയ്ക്കുന്ന പുരോഗമന കാലഘട്ടങ്ങളിൽ തുടക്കത്തിൽ ഒരു ഗുരുവിനെ തേടി ഇതര ജാതികളിൽപ്പെട്ടവരോ മതങ്ങളിൽപ്പെട്ടവരോ ചെന്നാൽ ഉപനയനം ആദ്യം നടത്തും. ഉപനയനം കഴിഞ്ഞേ ബ്രഹ്മചാരിയാക്കുകയുള്ളൂ. ഉപനയനം തന്നെ ബ്രഹ്മചാരിയാകുന്നതിനുള്ളതാണ്. ഹൈന്ദവ സനാതന ധർമ്മം ബ്രഹ്മചര്യം എന്ന ഒരു ചര്യാശ്രമം എന്ന് പറയുന്ന ഒരു ആശ്രമത്തെ നിർണയിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ കാലമാണ്. അഭ്യസിക്കുന്ന വിദ്യ വൃത്തികളിൽ ഉറയ്ക്കണമെങ്കിൽ മറ്റു വൃത്തികൾ പോയി തദാകാര വൃത്തി വരണമെന്നുണ്ടെങ്കിൽ അയാൾ ബ്രഹ്മചര്യായിരിക്കുക തന്നെ വേണം. വിഷയലോകങ്ങളിലേക്ക് തുറന്നു വച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ ഏകാഗ്രത കിട്ടില്ല പഠിക്കാൻ. ഇതാണ് അവരുടെ രീതിവിധാനം. മനസ്സിലായി സ്വാമിജി. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം കഴിഞ്ഞ് ഗുരുവിൻ്റെ പാദാന്തികത്തിലിരുന്ന് ശാസ്ത്രഗ്രന്ഥങ്ങൾ മുഴുവൻ പഠിക്കണം. പിതാവാണ് ഉപനയിപ്പിക്കുന്നത് സമ്പ്രദായങ്ങളിൽ, അല്ലെങ്കിലാണ് ഗുരു ഉപനയിപ്പിക്കുന്നത്. മനസ്സിലായത്? ആ ഉപനയിപ്പിച്ച് കഴിഞ്ഞ് ഗുരുവല്ല പിതാവാണ് ഉപനയിപ്പിക്കുന്നതെങ്കിൽ കുടുംബ ബന്ധത്തിലാണ് നടക്കുന്നതെങ്കിൽ ഉപനയനം കഴിഞ്ഞ് സമാവർത്തനം കഴിഞ്ഞ് ഇയാൾ മതിയാക്കുകയാണ് ജീവിതം. നേരെ വടക്കോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. മനസ്സിലായി. ഉപനയിപ്പിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഗംഗയിലേക്ക് ഇറങ്ങി നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇയാളെ തിരിച്ചു വിളിക്കുകയാണ്. നൂലുബന്ധമില്ലാതെ പോകാനൊരുങ്ങുന്ന ഈ ബാലനെ തിരിച്ചു വിളിച്ചിട്ട് നീ പഠിച്ച ധർമ്മം ഇവളെ പഠിപ്പിച്ച് ഇവളുടെ ഭർത്താവായിരുന്ന് വരും കാലത്തെ ലോക നന്മയ്ക്കായിക്കൊണ്ട് വിനിയോഗിക്കൂ എന്ന് വേദമന്ത്രങ്ങൾ ഉരുവിട്ട് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. വിവാഹം രണ്ടാമത്തെ സംസ്കാരമാണ്. മനസ്സിലായി. വിവാഹം കഴിഞ്ഞാൽ ഇവളും ഇവനും ചേരുകയും ഒന്നിച്ച് നടക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഒരു കുട്ടിയുണ്ടാവും. അത് ഇവളുടെയും ഇവൻ്റെയും ജനിതകങ്ങൾ മാത്രമല്ല, ഇപ്പോൾ അവർ സമ്പാദിക്കുന്ന അറിവുകളൊക്കെ ആ കുഞ്ഞിൽ സംഭൂതമായിരിക്കും. സമൂഹത്തിനും ഓരോ അച്ഛനും അമ്മയ്ക്കും ഓരോ ഭരണാധികാരിക്കും ഓരോ നിയമവ്യവസ്ഥയ്ക്കും വ്യക്തമായ ബാധ്യതയുണ്ട്
ഭൂമിയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ് അവൻ ഭൂമിക്കും സമൂഹത്തിനും ഒരു പ്രശ്നമായിത്തീരാതെ വളരണം എന്ന് തീരുമാനിക്കാനുള്ള ഒരറിവുണ്ടാവും. മനസ്സിലായി. പട്ടിയും പൂച്ചയും ആടും കുരങ്ങുമൊന്നുമല്ല മനുഷ്യൻ. അവന് കേളിയാടാനുള്ള ഒരവയവമല്ല സർജന പ്രക്രിയയുടെ ഉൽപാദനേന്ദ്രിയങ്ങൾ. അതവൻ്റെ അറിവിനെ സമഗ്രമാക്കി എവിടെ അത് ഉപയോഗിക്കണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും സുവ്യവസ്ഥിതമായി പഠിപ്പിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ജനിക്കുന്നതൊക്കെ ഇതിനേക്കാൾ കഷ്ടമായിരിക്കും.